തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായി ചില സാധനങ്ങളെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. ഈ പറഞ്ഞ ഉപകരണം ആശുപത്രിയിൽ തന്നെ ഉണ്ടെന്ന് ഇതാ കണ്ടെത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ നടത്തിയ പരിശോധനയിലാണ് ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഉപകരണം കാണാനില്ല എന്ന് പരാമർശിച്ചിരുന്നത്. കേരളത്തിലെ ആരോഗ്യരംഗം എന്താണ് എന്ന് വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെതിരായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന. അയാളെ അപകീർത്തിപ്പെടുത്താൻ, അയാളെ അപമാനിക്കാൻ ഇന്നും സൂപ്രണ്ടും പ്രിൻസിപ്പലും കൂടി കേരളം മുഴുവൻ ആദരിക്കുന്ന ആ ഡോക്ടറെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പത്രസമ്മേളനം നടത്തി. ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ വായടപ്പിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയാണ്. അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. ഡോക്ടർ ഹാരിസിന്റെ മീതെ ഒരു നുള്ളും മണ്ണുവാരിയിടാൻ കേരളത്തിലെ പ്രതിപക്ഷം സമ്മതിക്കില്ല. അദ്ദേഹത്തെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നുള്ള ദുഃഖകരമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. മുന്നറിയിപ്പാണ്. ₹1 കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളെ കുറിച്ച്, രോഗികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, എന്ത് വേണമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെ കുറിച്ച്, രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെ കുറിച്ച്, ഒരു ബൈക്കിൽ മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഒരാളെ കുറിച്ച് ആണ് മോഷണക്കുറ്റത്തിൽ പ്രതിയാക്കി വേട്ടയാടാൻ ശ്രമിച്ചത്. കഫീൽ ഖാനെ BJP സർക്കാർ വേട്ടയാടിയതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വേട്ടയാടുന്നത്. ഗൂഢാലോചന നടത്തി വേട്ടയാടുക.